ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ്. ഇവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ്, ഫ്ലവർ ഷോ, കുറച്ച് റൈഡുകളുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് സ്റ്റോളുകൾ എല്ലാം ചേർന്ന മനോഹരമായ ഒരു എക്സിബിഷനാണിത്. എൻട്രി ടിക്കറ്റ് 199 രൂപയാണ്. കുട്ടികൾക്ക് 150 രൂപയാണ്. നമ്മളിവിടെ വരുവാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാനും പറ്റും. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടമാണ്. വെള്ളച്ചാട്ടത്തിന് ഇവർ ഉപയോഗിക്കുന്നത് ക്ലോറിനേറ്റ് ചെയ്ത് നമ്മുടെ കടൽ വെള്ളം തന്നെയാണ്. അപ്പോൾ അതിൽ ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം വീഴുന്നത് നല്ല ഫോഴ്സിലാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെയൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. ഞങ്ങളിവിടെ വന്നത് വിഷുവിനന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ടിക്കറ്റിൽ ആകാശ ഊഞ്ഞാലും ജെയിൻറ്റ് വില്ലും ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിത് അഫോർഡബിളായിട്ട് തോന്നി. അല്ലാതെ നോക്കിയാൽ നമുക്ക് കുറച്ച് നഷ്ടമായിട്ട് തോന്നും. കാരണം ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലൊന്നും ഇറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും കുറച്ച് നഷ്ടമായിട്ട് തോന്നി. പക്ഷേ അന്ന് ആ ജെയിൻറ്റ് വില്ലൊക്കെ ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല, വൃത്തിയായിരുന്നു. പിന്നെ ഇതിൽ എടുത്ത് പറയാനുള്ളത് ഈ ഫ്ലവർ കൊണ്ടുള്ള ഡിസൈൻസാണ്. കാണുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും. നമുക്ക് ശരിക്കും ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, നാച്ചുറൽ അല്ല. പക്ഷേ കാണുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ തോന്നും. കാരണം വിഷു ആയതുകൊണ്ട് കണിക്കൊന്നയൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. പിന്നെ നമുക്ക് കുറച്ച് നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കും. പിന്നെ കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് ആ റൈഡുകളാണ്, ആകാശ ഊഞ്ഞാലും ജെയിൻറ്റ് വില്ലും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഞങ്ങൾ രാത്രിയാണ് കയറിയത്. അപ്പം തന്നെ അവിടെ വെള്ളച്ചാട്ടത്തിൽ ലൈറ്റ്സൊക്കെ വന്നപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ അസ്തമയ സൂര്യനൊക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ നിങ്ങൾ കുറച്ച് നേരം വന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ സ്പെൻഡ് ചെയ്ത് ബീച്ചിലും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ദിവസമായിട്ട് മാറും. ഇത് നല്ലൊരു അനുഭവമായിട്ട് തന്നെ മാറും. രാത്രി വരുവാണെങ്കിലാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടം നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന. രാത്രി ആകുമ്പം ലൈറ്റ്സൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കാണാനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര ഭംഗിയായിരുന്നു. ഇറങ്ങാൻ നേരത്ത് ക്യൂ ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ കയറുമ്പം അത്രയും തിരക്കില്ലായിരുന്നു. പക്ഷേ ഇറങ്ങാൻ നേരത്ത് ഒരുപാട് വലിയ ക്യൂ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒരുപാട് പേര് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ടിക്കറ്റിന് തന്നെ ഒരു 1000-ന് മുകളിലായി. ഒരുപാട് പേര് വേണം, നമുക്ക് നഷ്ടമായിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങുമ്പോൾ ഒന്ന് വില ചോദിച്ചിട്ട് വാങ്ങുക. കാരണം ബ്ലാക്ക് കറൻറ്റിനൊക്കെ ഒരു സ്കൂപ്പിന് തന്നെ 80 രൂപ കൂടുതൽ അവർ വാങ്ങിച്ചു. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ കുറച്ച് റൈഡുകളുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതെല്ലാം പെയ്ഡാണ്. ഇപ്പോൾ ആകാശ ഊഞ്ഞാലായാലും ജെയിൻറ്റ് വില്ലായാലും കുറച്ച് സ്ലൈഡുകളുണ്ട്. ഇതെല്ലാം പെയ്ഡാണ്. ഇതിനെല്ലാം നമ്മൾ ടിക്കറ്റ് ചാർജ് കൂടാതെ തന്നെ ഇതിന് എക്സ്ട്രാ നമ്മൾ ടിക്കറ്റ് എടുക്കണം എല്ലാത്തിലും. ഈ ആകാശ ഊഞ്ഞാലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബെൽറ്റില്ല. അപ്പം ഞാൻ ജാങ്കുട്ടനെ മടിയിൽ വെച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടുമ്പോൾ നമുക്ക് ബാലൻസ് പോകുന്ന പോലെ തോന്നും. കുഞ്ഞ് കയ്യിൽ നിന്ന് തെറിച്ച് പോകുന്ന പോലെ ഒരു ഫീല് വരും. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മടി വെച്ച് ഇരിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ച് സേഫായിട്ടുള്ളത്. ബാക്കി ജെയിൻറ്റ് വില്ലൊന്നും അത്രയും പ്രശ്നം എനിക്ക് തോന്നിയില്ല. ഈ ഒരു ആകാശ ഊഞ്ഞാലിലാണ് എനിക്ക് കൂടുതൽ പ്രശ്നം തോന്നിയത്. കാരണം ഇതിന് സ്പീഡ് കൂടുമ്പോൾ നമ്മൾ തെറിച്ച് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. രാത്രിയായപ്പം ബീച്ചും പരിസരമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഒന്നും പറയണ്ട, അതിമനോഹരം എന്ന് പറയാമല്ലോ, അതുപോലെയായിരുന്നു. കാരണം ഈ ലൈറ്റിങ്ങും വെള്ളച്ചാട്ടത്തിലെ ലൈറ്റിങ്ങൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ബീച്ച് കാണുന്നതും നിറയെ ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആൾക്കാർ വന്ന് കളിക്കുന്നു, അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. ഈ വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.